ആ പെൺകുട്ടിയുടെ മൂക്ക് വളർന്ന് മറ്റൊരു രാജ്യത്തേക്ക് നീണ്ടുചെന്നു. അല്പനേരത്തിനുള്ളിൽ അതൊരു ജനാലയിലൂടെ പതിയെ തള്ളിക്കയറി പുറത്തേക്ക് നീണ്ടു. തെരുവിലൂടെ നടന്നിരുന്നവർ അമ്പരന്നു നിന്നു. തങ്ങൾ കാണുന്നത് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ മൂക്ക് വേഗം കുറയാതെ വളർന്നുകൊണ്ടേയിരുന്നു. അത് മലകളും നദികളും അതിർത്തികളും കടന്ന് ഒടുവിൽ മഞ്ഞുമൂടിയ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേർന്നു. തണുത്ത കാറ്റ് രാജകുമാരിയെ വീണ്ടും വീണ്ടും തുമ്മിക്കാനിടയാക്കി. എങ്കിലും അവളുടെ മൂക്ക് കൂടുതൽ ദൂരത്തേക്ക് നീണ്ടുകൊണ്ടേയിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കർഷകൻ അതിനെ ഒരു വലിയ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ പേടിപ്പിച്ചോടിക്കാമെന്ന് കരുതി ചൂടുവെള്ളം തെറിപ്പിച്ചു. രാജകുമാരി ഞെട്ടലോടെ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. എങ്കിലും അവളുടെ മൂക്ക് അതിന്റെ അത്ഭുതകരമായ യാത്ര തുടർന്നു. താമസിയാതെ അത് കടൽ തീരത്തെത്തി. അവിടെ കുറച്ചു കുട്ടികൾ ഈ അപൂർവ കാഴ്ച ശ്രദ്ധിച്ചു. അതൊരു രസകരമായ ആകർഷണത്തിന്റെ ഭാഗമാണെന്ന് കരുതി അവർ കൊച്ചു കല്ലുകൾ കൗതുകത്തോടെ അതിന് നേരെ എറിഞ്ഞു. ആ ചെറിയ ഇടികൾ വലിയ മൂക്കിനെ കടലിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എന്നിട്ടും അത് വളരുന്നത് നിർത്തിയില്ല. വൈകാതെ ഈ അസാധാരണ വാർത്ത ലോകമെമ്പാടും പരന്നു. അയൽ രാജ്യത്തെ രാജാവ് ഈ നിഗൂഢമായ ഭീമൻ മൂക്കിനെക്കുറിച്ച് കേട്ടപ്പോൾ അതിന് ഒരു രാജകീയ സ്വീകരണം നൽകണമെന്ന് തീരുമാനിച്ചു. മൂക്ക് ഒടുവിലെത്തിച്ചേർന്നപ്പോൾ നാട്ടുകാർ ആഘോഷിക്കാൻ ഒത്തുകൂടി. ലഘുഭക്ഷണങ്ങൾ ഒരുക്കി പട്ടാളക്കാർ അഭിമാനത്തോടെ അതിനൊപ്പം അണിനിരന്നു. രാജകീയ വാദ്യസംഘം ആഹ്ലാദകരമായ സംഗീതം കൊണ്ട് അന്തരീക്ഷം നിറച്ചു. ഒടുവിൽ രാജാവ് പുഞ്ചിരിയോടെ മുന്നോട്ടു വന്ന് രാജകുമാരിയുടെ അത്ഭുതകരമായ മൂക്കിന് ഒരു പ്രത്യേക മെഡൽ സമ്മാനിച്ചു. ആ അവിശ്വസനീയമായ സംഭവത്തെ ആരും മറക്കാത്ത ഒരു ആഘോഷമാക്കി മാറ്റി.